നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചെമ്പ് ധരിക്കുന്നതിന്റെ പ്രാധാന്യത്തെയാണ് പ്രതിപാദിക്കുന്നത്. വെള്ളി ആഭരണം, വെള്ളി മോതിരം ഇവയൊക്കെ ധരിക്കുന്നതിന്റെയും കരിങ്ങാലി, രുദ്രാക്ഷം, രത്നങ്ങൾ എന്നിവയൊക്കെ ധരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പല വീഡിയോകളിലായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇന്ന് പലരും ധരിക്കാൻ മടിക്കുന്ന ചെമ്പ് എന്നുള്ള ലോഹത്തിന്റെ അതിപ്രധാനപ്പെട്ട ചില ഗുണഗണങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. എന്റെ കൈവശം ചെമ്പ് മോതിരമുണ്ട്. ഇത് സർപ്പാകൃതിയുള്ള മോതിരമാണ്. അതേപോലെ തന്നെ ഓം നമഃ ശിവായ എന്ന് എഴുതിയ ചെമ്പ് മോതിരവും എന്റെ കയ്യിൽ സ്ഥിരമായിട്ട് ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെമ്പിൽ തീർത്ത കടയും ഞാൻ പലപ്പോഴും ധരിക്കാറുണ്ട്. ചെമ്പിന്റെ ഗുണഗണങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ചെമ്പ് ധരിക്കുന്നത്. നിങ്ങൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ ആ ഗുണഗണങ്ങളെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചെമ്പിന്റെ ഗുണഗണങ്ങൾ പറയാം. എന്റെ കൈവശം ധരിച്ചിരിക്കുന്ന സർപ്പാകൃതിയിലുള്ള മോതിരത്തെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാം. ആദ്യം നമുക്ക് ചെമ്പിന്റെ ഗുണഗണങ്ങളെ പരിചയപ്പെടുത്തു പോകാം. ചെമ്പ് ധരിക്കുന്ന വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളത് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ പ്രതികൂല ചിന്തകളുടെ സ്വാധീനം നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ചെമ്പ് ധാരണം സഹായിക്കുന്നതാണ്. ചെമ്പ് മോതിരങ്ങളായിട്ടോ വളകളായിട്ടോ പെൻഡന്റ് ആയിട്ടോ ഒക്കെ ധരിക്കാവുന്നതാണ്. ചെമ്പിന്റെ ശക്തി നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ പൂർവികർ ചെമ്പ് പാത്രത്തിലാണ് ആഹാരം കഴിച്ചിരുന്നത്. ചെമ്പ് പാത്രത്തിൽ കുടിക്കുന്ന വെള്ളത്തിന്, അതിലൊഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന് അതീവ പ്രാധാന്യമുള്ളതായിട്ട് നമ്മുടെ പൂർവികർ കരുതിയിരുന്നു. ചെമ്പിന് നമ്മുടെ ശരീരത്തിന് നിരവധിയായിട്ടുള്ള ചികിത്സാ ഗുണങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാക്കി അത് മാറ്റുന്നു. ആധുനിക ശാസ്ത്രം ചെമ്പിന്റെ ദൈനംദിനമുള്ള ഉപയോഗത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നാം സാധാരണയായിട്ട് ചെമ്പ് സേവിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ചെമ്പിന്റെ ഉപഭോഗം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെമ്പ് ആഭരണങ്ങൾ ധരിക്കുക വഴി നമുക്ക് അതിന്റെ ഗുണഗണങ്ങൾ ലഭിക്കുന്നതാണ്. ഇരുണ്ട പച്ച ഇലക്കറികൾ, ധാന്യങ്ങൾ, ബീൻസ്, ഉരുളക്കിഴങ്ങ് എന്നിവയിലൊക്കെ ചെമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കശുവണ്ടി, ഉണങ്ങിയ പഴങ്ങൾ, കുരുമുളക്, ഈസ്റ്റ് എന്നിവയിലും ചെമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശരീരത്തെ ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്നതിലും ശരീരത്തിലെ ഗുണപ്രദമായിട്ടുള്ള അനുകൂല ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ചെമ്പ് ധാരണം സഹായിക്കും. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഉറപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ചെമ്പ് ധാരണം സഹായിക്കും. ശാന്തമായിട്ടും സമാധാനപരമായിട്ടുള്ള ചുറ്റുപാടുകൾ വർദ്ധിക്കുന്നതിനായിട്ട് മിക്കവരും ചെമ്പ് ഉപയോഗിച്ചുള്ള വിഗ്രഹങ്ങളോ പുരാവസ്തുക്കളോ ഒക്കെ വീട്ടിൽ അലങ്കാരമായിട്ട് പോലും വെച്ച് സൂക്ഷിക്കുന്നു. ചെമ്പ് പാത്രങ്ങൾ, ചെമ്പ് കുപ്പികൾ, ഗ്ലാസുകൾ, എന്തിന് നമ്മളുടെ പൂർവികർ ചെമ്പിന്റെ ടങ് ക്ലീനർ പോലും ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം അവരുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതികൂല ചിന്തകളുടെ സ്വാധീനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചെമ്പ് മോതിരങ്ങളും വളകളും ഒക്കെ ധരിക്കുക എന്നുള്ളതും. ചെമ്പ് ആഭരണങ്ങൾ ധരിക്കുക വഴി ശരീരത്തിലെ ചെമ്പിന്റെ കുറവുകളെ പരിഹരിക്കുന്നതാണ്. ഇത് ഉറക്കത്തിന്റെ തകരാറുകളെ കുറയ്ക്കുന്നു, കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു, ഉപാപചയ നിരക്ക് കുറയ്ക്കുന്നു. ചെമ്പ് ധരിക്കുക വഴി കണ്ണിന്റെ ആരോഗ്യത്തെ സ്ഥിരമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ്. ചെമ്പ് ധരിക്കുന്നതിന്റെ പ്രയോജനങ്ങളെ നമുക്ക് പ്രത്യേകം എടുത്തു പറയാം. ഒന്നാമത്തെ പ്രയോജനം ആരോഗ്യകരമായിട്ടുള്ള ഗുണഗണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നു, രക്തചംക്രമണത്തെ ശുദ്ധീകരിക്കുന്നു, ഹീമോഗ്ലോബിൻ രൂപപ്പെടാൻ ശരീരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നു, ശരീരത്തെ അതുവഴി ശക്തപ്പെടുത്തുന്നു. ശരീരവുമായി സമ്പർക്കപ്പെടുന്ന മറ്റു വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. രണ്ടാമത്തെ ഗുണം ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹൃദയാഘാതവും ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും ഒരു പരിധിവരെ ചെമ്പ് ധരിക്കുന്നത് വഴി ഗുണപ്രദമാണ്. മൂന്നാമത്തെ പ്രയോജനം രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. രക്തസമ്മർദ്ദത്തെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിനെ നിയന്ത്രിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ചെമ്പ് സഹായിക്കുന്നതാണ്. ചെമ്പ് ധരിച്ചതിന് ശേഷം ഏതാനും നാളുകൾക്ക് ശേഷം മുമ്പത്തേക്കാൾ രക്തസമ്മർദ്ദത്തിൽ നല്ല ക്രമം ഉണ്ടാകുന്നതായി കണ്ടുവരുന്നുണ്ട്. നാലാമത്തെ പ്രയോജനം അസ്ഥികളെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ചെമ്പ് ധരിച്ചു നോക്കൂ. അതിന്റെ ഗുണഗണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെമ്പ് കൊണ്ടുള്ള വേദന പരിഹാര ബ്രേസ്ലെറ്റ് ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പരിഹാരമായി കണ്ടുവരുന്നുണ്ട്. ഇത് എല്ലുകളെയും പല്ലുകളെയും സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു.
ആർത്രൈറ്റിസ്, വിവിധങ്ങളായിട്ടുള്ള ആർത്രൈറ്റിസ് രോഗങ്ങൾക്ക് നല്ല പരിഹാരമാണ് ചെമ്പ് ധാരണം. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രയോജനത്തെ പരിശോധിക്കാം. ധാതുക്കളുടെ ആഗിരണത്തെ ചെമ്പ് ധാരണം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചെമ്പ് ആഭരണങ്ങളിലും മറ്റും സൂക്ഷ്മ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ധാതുക്കളൊക്കെ രക്തത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഭക്ഷണത്തിലൂടെ കഴിക്കുന്നതിനേക്കാൾ ഈ ധാതുക്കളെ ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും. ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ മൂലകങ്ങളുടെ ആഗിരണ കാര്യത്തിൽ കുറവുള്ളവർക്കും ചെമ്പ് ധാരണം ഉത്തമമാണ്. ആറാമത്തെ പ്രയോജനം ചർമ്മത്തെ ഗുണപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എല്ലാവിധത്തിലുള്ള ചർമ്മാരോഗ്യത്തെയും പ്രശ്നങ്ങളെയും തടയാൻ ചെമ്പ് ധാരണം ഫലപ്രദമാണ്. ഏഴാമത്തെ പ്രയോജനം നീർക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾ തടയുന്നു എന്നുള്ളതാണ്. കൈകൾ, വിരലുകൾ, കാലുകൾ തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീർക്കെട്ടുള്ളവർക്ക് വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ് ചെമ്പ് ധാരണം. എട്ടാമത്തെ പ്രയോജനം വയറിന്റെ അസുഖങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഉദരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ ചെമ്പ് ധാരണം സഹായിക്കും. ഇത് അത്ഭുതകരമായിട്ടുള്ള ശാന്തി നൽകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അസിഡിറ്റി തടയുകയും ആമാശയം ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇനി ഒമ്പതാമത്തെ പ്രയോജനത്തിൽ നോക്കാം. തൊണ്ട സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു. ചുമ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള തൊണ്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ചെമ്പ് ധാരണം സുഖപ്പെടുത്തുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പത്താമത്തെ പ്രയോജനത്തിൽ നോക്കാം. നഖങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ പ്രതിഫലനം ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഖത്തിലൂടെയാണ്. ഹസ്തരേഖാശാസ്ത്രത്തിൽ നഖങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളത് ഒരു വിഭാഗം തന്നെയാണ്. നഖങ്ങളിൽ നമ്മളുടെ ആരോഗ്യത്തിന്റെ സൂചനകൾ വ്യക്തമായി നൽകാറുണ്ട്. ചെമ്പ് ധരിക്കുന്നതിലൂടെ നഖങ്ങളെ സുഖപ്പെടുത്തുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ്. എല്ലായ്പ്പോഴും ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും നഖങ്ങൾ നിലനിർത്തുവാനായിട്ട് ചെമ്പ് ധാരണം സഹായിക്കുന്നു. ഇനി നമുക്ക് 11ാമത്തെ ഫലത്തെ ഒന്ന് നോക്കാം. യുവത്വം നിലനിർത്തുന്നതിന് ചെമ്പ് ധാരണം സഹായിക്കുന്നു. എപ്പോഴും ധരിക്കുക വഴി ചെമ്പിന് സ്വയമേവ തിളങ്ങുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഈ മോതിരം ഞാൻ 2-ലധികം വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ധരിച്ചു വരികയാണ്. ഓരോ ദിവസവും ഇതിന്റെ തിളക്കം വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രിയം ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നത്. ചെമ്പിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഇലാസ്റ്റിക് നാരുകളുടെയും കൊളാജിന്റെയും സാന്ദ്രത ശക്തിപ്പെടുത്തുന്നതിന് ചെമ്പിന് സാധിക്കുന്നു. ഇത് ചർമ്മത്തെയും മുടിയെയും പുനരുജ്ജീവിപ്പിക്കുകയും കുടലിനെ ആരോഗ്യപരമായി നിലനിർത്തുന്നതിനും സാധിക്കും. ഇനി 12ാമത്തെ ഗുണഗണങ്ങൾ പറയുന്നത് ജ്യോതിഷപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള ഗുണങ്ങളാണ്. ചെമ്പ് ശരീരത്തെ സുഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്ദ്രിയത്തെയും കൂടി ബലപ്പെടുത്തുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അത് സഹായിക്കുന്നു. കോപം, ഉത്കണ്ഠ തുടങ്ങിയ മോശം വികാരങ്ങളെ അകറ്റി നിർത്താൻ ചെമ്പ് ധാരണം സഹായിക്കും. ഇത് ആത്മീയമായി നമ്മളെ ഉയർത്തി മനസ്സിനെയും ആത്മാവിനെയും സംരക്ഷിക്കുന്നു. ചൊവ്വയുടെയും സൂര്യന്റെയും തെറ്റായിട്ടുള്ള ജാതക ദോഷങ്ങൾ ഇല്ലാതാക്കാനും ചെമ്പ് ധാരണം സഹായിക്കും. ചെമ്പ് ധാരണം നിങ്ങളുടെ വ്യക്തിത്വത്തെ ആത്മീയമായി പരിവർത്തനപ്പെടുത്തുന്നു. ഇത് സമപ്രായക്കാർക്കിടയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളുടെ തിളക്കം വ്യക്തിപ്രഭാവത്തിൽ വർദ്ധിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെമ്പ് മോതിരമോ വളകളോ പെൻഡന്റോ ഒക്കെ ധരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമുള്ള പരിഹാരമല്ല, ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ഇത് സഹായിക്കും. വ്യക്തിയെ പൂർണ്ണമായിട്ട് പുനരുജ്ജീവിപ്പിക്കാൻ ചെമ്പ് ധാരണം സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ പ്രകാരം സ്വർണം, ചെമ്പ്, വെള്ളി എന്നിവയൊക്കെ വളരെയേറെ ഗുണങ്ങൾ നമുക്ക് നൽകുന്ന ലോഹങ്ങളാണ്. പഴയകാലം മുതൽ തന്നെ ചെമ്പ്, സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ ആഭരണങ്ങളായിട്ടും മറ്റും ധരിച്ചിരുന്നു. സൂര്യന്റെ ലോഹമായിട്ടാണ് ചെമ്പിനെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. മോതിരവിരല് സൂര്യന്റെ വിരലാണ്. മോതിരവിരലിൽ ചെമ്പ് ധരിക്കുക വഴി സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ ചൊവ്വയുടെ ജാതകത്തിലെ സ്ഥിതിയും മോശമാണ് എങ്കിൽ ആ ദോഷപരിഹാരത്തിനും ചെമ്പ് ധാരണം സഹായിക്കുമെന്നുള്ളതാണ്. ജാതകത്തിലെ ശനിയുടെ ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് നടുവിരലിൽ നമുക്ക് ചെമ്പ് ധരിക്കാവുന്നതാണ്. അങ്ങനെ സൂര്യഭഗവാന്റെ കൃപയും അനുഗ്രഹവും മൂലം സന്താനം, സമ്പത്ത്, വരുമാനം, അറിവ്, സൗഹൃദം, പ്രശസ്തി, സന്തോഷം, ഭാഗ്യം ഇവയൊക്കെ കൈവരിക്കുന്നതിന് ഇത് സഹായിക്കും. കൂടാതെ പറഞ്ഞിട്ടുള്ള
വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധങ്ങൾ, വയറിലെ അസ്വസ്ഥത കുറയ്ക്കുക, ചർമ്മത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം ചെമ്പിന്റെ ഗുണഗണങ്ങളാണ്. ചെമ്പിന്റെ ഗുണഗണങ്ങളെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ധരിച്ചിട്ടുള്ള ഈ മോതിരങ്ങളെ കുറിച്ചും വളയെക്കുറിച്ചും സംസാരിക്കാം. ഇത് ഇഷ യോഗ സെന്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അവിടെ പല പ്രാവശ്യം സന്ദർശിക്കാനും അവിടെ നിന്ന് രുദ്രാക്ഷം ദീക്ഷയായി സ്വീകരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണഗണങ്ങൾ ആദ്യമായി മനസ്സിലാക്കുന്നതും അവിടെ നിന്നാണ്. ഇഷ യോഗ സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്ന്, ഇഷ ലൈഫ് എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ മോതിരങ്ങളൊക്കെ തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള ചെമ്പ് മോതിരങ്ങളും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചെമ്പ് വളകളും ബ്രേസ്ലെറ്റും മാലകളും ഒക്കെ ചെമ്പിൻ്റെതായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. മോതിരങ്ങൾ ധരിക്കാൻ സാധിക്കാത്തവർ ചെമ്പ് മാലയും 5 മുഖ രുദ്രാക്ഷവും ചേർത്തുള്ള മാലയുണ്ട്. ആ മാല നിങ്ങൾക്ക് വാങ്ങിച്ച് വളരെ വിലക്കുറവിൽ തന്നെ വാങ്ങിച്ച് ധരിക്കാവുന്നതാണ്. ചെമ്പിന്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായിക്കുന്നതാണ്. ഇഷ ലൈഫ് എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. കോയമ്പത്തൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള സദ്ഗുരു ജഗ്ഗി വാസുദേവ് എന്ന അതിപ്രശസ്തനായിട്ടുള്ള ഗുരുനാഥന്റെ ആചാര്യന്റെ നേതൃത്വത്തിലുള്ള അവിടെ നിന്നും നിങ്ങൾക്ക് ഇതൊക്കെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദിയോഗിയുടെ ശിവപ്രതിമയും ഇഷ യോഗ സെന്ററിലെ ആശ്രമവും പരിസരവും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സന്ദർശിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഒരു ഗുണപ്രദമാണ്. വളരെ മനസ്സിന് സന്തോഷം വരുന്ന സ്ഥലമാണത്. ആ വിവരം കൂടെ നിങ്ങളെ ഇതിലൂടെ ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പലർക്കും അറിവുള്ള കാര്യങ്ങളാണ്, എന്നിരുന്നാലും അറിയാത്തവർക്കായി പറഞ്ഞു എന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.